ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ റോസ് ഗാർഡനാണ് കാണാൻ പോകുന്നത്. ചെറിയൊരു റോസ് ഗാർഡനാണ്. അതിലുള്ള കുറച്ച് റോസ് ചെടികളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ കുറച്ച് റോസ് ചെടികളിൽ പരിപാലിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സും, പൂക്കാനുള്ള കുറച്ച് ടിപ്സും, അതുപോലെ തന്നെ കുറച്ച് ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ലിൻസീസ് ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം എൻ്റെ റോസ് ചെടികൾ തന്നെയാണ്. ഇത് എല്ലാവരും റോസ് ചെടികൾ നമ്മൾ ഗാർഡൻ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻറ്റാണ് ഉണങ്ങിപ്പോകുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, ഇതിന് നല്ല മണമുള്ള ടൈപ്പ് അതും ഡബിൾ കളറായിട്ടുള്ളൊരു റോസ് ചെടിയാണിത്. ഒത്തിരി നല്ല മണമുള്ളൊരു പ്ലാന്റാണ് ഇത്. വേറെ ഒരു റോസാണ്. ഈ കളറ് തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇതാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പം കുറച്ച് നാളായി. ഇത് കഴിയുന്നകത്ത് എപ്പോഴും പൂക്കളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് അടുത്ത വേറൊരു റോസ്. ഇതും ഈ കളർ എനിക്ക് ഒത്തിരി അട്രാക്റ്റീവാണ്. ഇതിൻ്റെ പൂക്കൾ ഒരുപാട് വലിയ പൂക്കളൊന്നുമല്ല, എങ്കിലും നിറയെ പൂക്കളുണ്ടാകും. പിന്നെ ഇത് അടുത്തത്, ഇത് നല്ല ഇതേപോലെ ബ്രൈറ്റ് യെല്ലോ കളറായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിനും ഒരു ചെറിയൊരു മണമൊക്കെ ഉണ്ട് ഇതിൻ്റെ പൂവിനും. അതുപോലെ പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകും. ഇത് നിങ്ങൾക്കറിയാവുന്ന റോസ് തന്നെയാണ്. വൈറ്റ്, നല്ല സ്നോ വൈറ്റ് റോസാണ്. ഇത് ഭയങ്കര ഒത്തിരി ഇതേപോലെ ബുഷിയായിട്ടാണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒത്തിരി നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. ഇത് ബട്ടൺ റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊല കുത്തിയാണ് പൂക്കളുണ്ടാകുന്നത്. ഒരു പ്രാവശ്യം പൂ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു 10-20 പൂക്കൾ ഒരുമിച്ചങ്ങുണ്ടാകും. അതാണ് ഈ ഒരു ബട്ടൺ റോസിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കളേഴ്സ് ഒരുപാടുണ്ട്. വൈറ്റും റെഡും പിങ്കും ഇതുപോലെയുള്ള കളറും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരുപാട് കെയർ ഒന്നും വേണ്ട. എല്ലാ സീസണിലും നിങ്ങൾക്ക് പൂ കിട്ടുന്നൊരു പ്ലാന്റാണിത്. ഇത് അടുത്ത വേറൊരു ടൈപ്പ് റോസാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നിങ്ങൾക്കിതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയും പൂവും ഇതേപോലെ അങ്ങ് ബുഷിയായിട്ടാണ് വരുന്നത്. ഒരു ബുഷി റോസ് എന്നൊക്കെ നമുക്കിത് പറയാൻ പറ്റും. മുള്ളൊന്നും അധികം ഇല്ലാത്ത ഒരു ടൈപ്പാണ്. ഇതൊരു പഴയ റോസാണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ, വെള്ളീച്ചയുടെ ഒരു ചെറിയൊരു ശല്യം പോലെയുണ്ട്. ആ ചെടി മുഴുവൻ നശിപ്പിക്കും. അന്നേരം അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇൻസെക്ടിസൈഡാണ് നീമോയിൽ നിങ്ങൾ ഈ റോസിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആഴ്ചയിൽ 1 കമ്പൽസറി ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചെലന്തിയെ, ഈച്ച ഇതൊക്കെ വന്ന് കുത്തി നമ്മുടെ റോസ് ചെടി നശിപ്പിച്ച് കളയും. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് നിറയെ പൂക്കളാണ്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്നൊരു റോസാണ്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചത് ഇത് വൈറ്റ്. ഇത് ഈ റോസ് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ നമുക്ക് വീട്ടിലുള്ള തേങ്ങയുടെ വെള്ളം പുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അത് ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തേങ്ങാവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്, സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, പിന്നെ ഇതുപോലെ പൂവൊക്കെ വന്നതിന് ശേഷം കറക്റ്റ് സമയത്ത് അതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നെയും ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഇതേപോലെ കൊലയായിട്ട് പൂക്കൾ വരുന്നതാണ്. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആയി പോകാൻ ഇടയാകരുത്. മണ്ണ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോവുകയും അതിൻ്റെ ആരോഗ്യമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അതിൻ്റെ സോയിൽ എപ്പോഴും നല്ല മോയിസ്റ്റ് ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നല്ല വെള്ളമയത്തോടു കൂടി തന്നെ ഇതിൻ്റെ മണ്ണിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യത്തോടെ വളരാനും ഒക്കെ നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇല പഴുക്കുന്ന ഇലകൾ, എന്തെങ്കിലും അസുഖം വരുന്ന ഇലകൾ, അതെല്ലാം ആ സമയത്ത് തന്നെ നമ്മൾ പറിച്ച് മാറ്റണം. പിന്നെ ഈ കുത്തുന്ന തരത്തിലുള്ള ഈച്ചകൾ, അതുപോലെ വെള്ളീച്ച അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ തന്നെ നമ്മൾ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ
നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ സഹായിക്കും. ഇത് കണ്ടോ, ഇത് നിറച്ച് കൊലയും കുറച്ച് ഒത്തിരി പൂക്കളുമായിട്ട് മൊട്ടുകളുമായിട്ട് വന്ന ഒരു കൊലയാണിത്. പക്ഷേ അതിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങനെ അങ്ങ് കമന്നങ്ങ് പോവുകയാണ്. ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ. അതിൻ്റെ പൂ കാണാൻ ഒത്തിരി അട്രാക്റ്റിൻ്റെ കളറ് കണ്ടോ, ഒത്തിരി നല്ലതാണ്. പിന്നെ റോസ് ചെടികൾ നമ്മൾ വെക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് എന്തുവാ ഇതിന് വളം കൊടുക്കേണ്ടതെന്ന്. റോസ് മിക്സ് എന്ന് പറയുന്നൊരു വളം വാങ്ങാൻ കിട്ടും. അത് നമ്മൾ വാങ്ങി ഒരു 15 ദിവസത്തിൽ ഒന്ന് വെച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസ് ചെടികൾ നല്ലതുപോലെ പുഷ്പിക്കാനും അതിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കയ്യിലുള്ളതാണ് മുട്ട പുഴുങ്ങിയതിൻ്റെ തോടും അതിൻ്റെ വെള്ളവും കൂടെ ഒരു 2-3 ദിവസം നമ്മൾ അടച്ചു മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം, ഇരട്ടി വെള്ളത്തിൽ നമ്മൾ ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ ചായ ഇട്ടതിന് ശേഷമുള്ള ചായയുടെ മട്ട്, അത് നമുക്ക് നല്ലൊരു വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തൊക്കെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടിക്ക് വളരെ നല്ല കരുത്തോടു കൂടി വളർന്നു വരാനും പുഷ്പിക്കാനും ഒക്കെ സഹായകമാണ്. ഇങ്ങനത്തെയുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ നമ്മളൊന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള റോസും നല്ലതുപോലെ പുഷ്പിച്ച് വരും. നമ്മുടെ നാട്ടിലുള്ള റോസ് ചെടികൾ മെയിനായിട്ടും എല്ലാവരും മുരടിച്ചു പോകാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നല്ലൊരു തളിരില വന്ന് കഴിയുന്നുടനെ എന്തെങ്കിലും ജീവികളുടെ ആക്രമണമാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോസ് ചെടികൾ മുരടിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇൻസെക്റ്റ് വരാതെ നമ്മൾ നോക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻസെക്ടിസൈഡൽ സ്പ്രേ ഒക്കെ നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളെ കുറച്ചൊക്കെ നമുക്ക് നല്ലതുപോലെ നോക്കാൻ പറ്റും. ഇത് വേറൊരു ബട്ടൺ റോസാണ്. ഇത് കണ്ടില്ല, ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു ബട്ടൺ റോസാണ്. നശിച്ചു പോകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് കെയർ ഒന്നും ഞാൻ ഈ റോസിന് കൊടുക്കാറില്ല. പക്ഷേ എപ്പോഴും ഇതുപോലെ പൂക്കൾ നല്ലതുപോലെ ഏത് സമയവും പൂക്കൾ തരുന്ന ഒരു റോസാണിത്. എല്ലാ റോസും നമ്മൾ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിച്ചത് നമ്മൾ 3-4 ദിവസം നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റോസ് ചെടികൾക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇനിയും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ റോസ് ചെടികളുടെ ഇലകൾ മഞ്ഞളിച്ചു പോകുന്നതിനും അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല ഒരു ഗ്രീൻ പച്ച നിറത്തിൽ നല്ല പോലെ കാട് പോലെ വളർന്നു വരാൻ പറ്റിയൊരു കാര്യമാണ്. നമുക്ക് ഇനിയും ചേർക്കാൻ പറ്റിയൊരു കാര്യം എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങി ഒരു ചെറിയ ടീസ്പൂണ് ഒരു ചെടിക്കിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ് ഈ മഗ്നീഷ്യം ലവണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ചെടിയുടെ നല്ല പുഷ്ടിയായിട്ട് വളർന്നു വരാൻ അത് സഹായിക്കും. പിന്നെ ഇലയൊക്കെ നല്ല പച്ചളിച്ച് വരാനും ഇലയിലുള്ള മഞ്ഞളിപ്പ് മാറാനും പൂക്കൾ നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടാനും ഒക്കെ ഈ ഒരു എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞു തരുന്നൊരു ടിപ്പാണ് ഈ എപ്സം സോൾട്ടിൻ്റെ കാര്യം. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. വളരെ നല്ല പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ റോസ് നമ്മൾ ഇതിൽ നിന്നൊക്കെ കട്ടിങ്സ് എടുത്ത് നമ്മൾ കിളിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയ തൈകൾ, അത് പ്രത്യേകിച്ച് നാടൻ റോസിൻ്റെയൊക്കെ തൈകളും നാടൻ റോസിൻ്റെ തൈകളാണ് നമ്മൾ ഇങ്ങനെ കിളിപ്പിക്കാറുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് കട്ട് ചെയ്ത് കിളിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് റോസാ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസ് നിറയെ പൂത്ത് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ബഡ് റോസിൻ്റെ കമ്പും കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ വെള്ളത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഈസി ആയിട്ട് അതിന് വേര് വരികയും അത് നമുക്കത് പിന്നീട് മണ്ണിലേക്ക് നട്ടുവെക്കാനും ഒക്കെ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസോട് അറിയിക്കുക. നിങ്ങൾ എങ്ങനെയാണ് റോസ് ചെടികൾ പരിപാലിക്കുന്നതും എങ്ങനെയാണ് പൂക്കളുണ്ടാകാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, വേറൊരു കാര്യം, റോസ് ചെടികൾ നിറയെ പുഷ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ പഴത്തിൻ്റെ തൊലി, അതായത് ബനാന പീൽ ഫെർട്ടിലൈസർ. നമ്മൾ പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് വെക്കുക.
ഇങ്ങനെ ഒരു 5 ഡേയ്സ് വെച്ചതിന് ശേഷം ആ വെള്ളം നല്ലതുപോലെ ഊറ്റിയെടുത്ത് ഒരു 2-3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ റോസ് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായി പുഷ്പിക്കാനും അതുപോലെ നല്ല കരുത്തോടു കൂടി വളർന്നു വരാനും ഈ പഴത്തിൻ്റെ തൊലി സഹായിക്കുന്നതാണ്. കാരണം ഈ പഴത്തിൻ്റെ തൊലിക്കകത്ത് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മറ്റ് ന്യൂട്രിയൻസും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ് ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ട്. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ റോസ് ഗാർഡൻ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.